കർത്താവ് ക്ഷമിച്ചതുകൊണ്ടാണ് നമുക്കിവിടെ നിൽക്കാൻ പറ്റിയത്. കർത്താവ് നമ്മളെ ഇവിടെ ദീർഘമായി ക്ഷമിച്ചതുകൊണ്ടാണ് നമുക്കിന്ന് നിൽക്കാൻ പറ്റിയത്. എൻ്റെ വിളിയും എൻ്റെ തെരഞ്ഞെടുപ്പും മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ശ്രമിച്ചേ. ഞാൻ വിളിക്കപ്പെട്ടവനാണ്. വിളിയുടെ പിന്നിൽ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ആഗ്രഹമുണ്ട്. തെരഞ്ഞെടുത്തതാ, ചുമ്മാ ഇങ്ങോട്ട് ഓടിക്കേറിയതല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ ഞാൻ നിൽക്കുന്നുണ്ടോ? ചിലർ പറയുമ്പോൾ ഇനി ഞാൻ ഒന്നിനുമില്ല. അത് ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറുമോ? ചെയ്യരുത്. അവസാന സാക്ഷ്യം വരെ ഈ ഓട്ടത്തിൽ സ്ഥിരതയോടെ ഓടണം. അതാ ദൈവരാജ്യത്തിൻ്റെ ഓരോ ഭടൻ്റെ ജോലി. നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ, നിങ്ങളെ പഠിപ്പിക്കുന്നവർ പ്രതിസന്ധി പറയുമ്പോൾ, നിങ്ങളുടെ വീട്ടിലെത്തുമ്പം അപ്പനും അമ്മയും നാളെ എന്നെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സ്ഥാനാപതി ഉണ്ടെങ്കിൽ പറയും, ഭയപ്പെടേണ്ട, യേശു ആ കർത്താവെന്ന് വിളിച്ചെങ്കിൽ ഞാൻ അവിടെ ഒരു ദോഷവും സംഭവിക്കത്തില്ല എന്ന് പറയാനാണ് നിങ്ങളെ എന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്.